ഹായ്, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയുന്നവർ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക പേരും. ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പുട്ട് നമുക്ക് ഒരു തവണ ഉണ്ടാക്കിയാൽ അതിൻ്റെ അഡിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. നമ്മൾ കപ്പ വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കപ്പ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് ആളുകളുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മെമ്പേഴ്സ് ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക് ഉള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ചെറിയ പീസാക്കി അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേറെ എനിക്കൊന്നുകൂടെ താല്പര്യം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കഴിക്കുമ്പോഴൊക്കെ ഇഷ്ടം ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു കപ്പ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു കട്ട് ഒഴിവാക്കണം. അതിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് വേണ്ട. അതില്ലാണ്ട് വെറും ചണ്ടി പോലെ ആക്കിയെടുക്കണം കേട്ടോ. നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ പിഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ചണ്ടി മാത്രം എടുത്തിട്ടാണ് നമ്മൾ കപ്പപ്പുട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. ആ ഒരു വെള്ളം കൂടെ അതിലുണ്ടാകുമ്പോൾ ഒരു ഒട്ടൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കപ്പപ്പുട്ട് കിട്ടില്ല. അപ്പോൾ അതാ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തതെല്ലാം കൂടെ ഈ ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയൊന്നും ചേർക്കാതെ ഇതുപോലെ വേണമെങ്കിലും ചുട്ടെടുക്കാം. അങ്ങനെയും ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയും ഞാൻ ചുടാറുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പ്, അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കാറുണ്ട്. പക്ഷേ അതിന് ചെറിയൊരു ഒട്ടൽ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത്, കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ എടുത്ത കപ്പയ്ക്കൊക്കെ അനുസരിച്ചാണ്, അതിലെ നനവിനനുസരിച്ചാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ പിന്നീട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ ഉതിർത്തെടുക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു നനവുണ്ടാകുന്ന രീതിയിൽ ഇതിലേക്ക് പിന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പൊടി വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ പൊടിയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഐറ്റം റെഡി. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. ഈ ചുട്ടെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു പാൽപുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പുട്ട് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരുപാട് 1-2 പേരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുട്ട് ചുട്ടെടുക്കല്ല, ആവിയിൽ വേവിക്കുക ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ ചുട്ടെടുക്കുക എന്നുള്ളത് പറഞ്ഞ് ശീലമായി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ തേങ്ങ ഇട്ടു, പിന്നെ നമ്മുടെ കപ്പ ഇട്ട് കൊടുത്തു, പിന്നെയും തേങ്ങ ഇട്ടു. തേങ്ങയ്ക്ക് ഇതിന് അത്യാവശ്യം നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കപ്പപ്പുട്ടിന്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് പുട്ടുകുറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ കുറ്റിയിൽ നിന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ കപ്പ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്